بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. നബിതങ്ങൾ ഒരു മധുഗാനം തുടങ്ങിയാണ്. വിളങ്ങും റസൂലേ വിളങ്ങും റസൂലയ്യ തിളങ്ങും അണിയവാം മതിയിൽ പ്രകാശമലരായി നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ വിളങ്ങും റസൂലയ്യ തിളങ്ങും അണിയവാം മതിയിൽ പ്രകാശമലരായി നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ മക്ക തന്നിൽ അത്ഭുത പൂമോനെ നബി അബ്ദുല്ലാവിൻ സെൽവമാം പൂമോനെ. മക്ക തന്നിൽ അത്ഭുത പൂമോനെ നബി അബ്ദുല്ലാവിൻ സെൽവമാം പൂമോനെ. മക്കമെന്ന മുഖ്യതയ്ക്കിൽ മുക്തനായി വന്നുദിച്ച ഭക്ത നബി താജ സിറാജി. മക്കമെന്ന മുഖ്യതിക്കിൽ മുക്തനായി വന്നുദിച്ച ഭക്ത നബി താജ സിറാജി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ മർക്കടത്തിൻ കർക്കശമായി നിന്ന ചില മർക്കടക്കാരൊക്കെയും തകർന്നു. മർക്കടത്തിൻ കർക്കശമായി നിന്ന ചില മർക്കടക്കാരൊക്കെയും തകർന്നു. സത്യമായ വചനങ്ങൾ അത്തലെന്നെ പഠിപ്പിച്ച് ഇത്തലയിൽ വന്ന് താജരായി. സത്യമായ വചനങ്ങൾ അത്തലെന്നെ പഠിപ്പിച്ച് ഇത്തലയിൽ വന്ന് താജരായി. നബി വിതച്ചു വിതച്ചു മുത്തു പതിച്ചു പതിച്ചു സത്ത് കൊതിച്ചു കൊതിച്ചു ജനങ്ങൾ. നബി വിതച്ചു വിതച്ചു മുത്തു പതിച്ചു പതിച്ചു സത്ത് കൊതിച്ചു കൊതിച്ചു ജനങ്ങൾ. വിളങ്ങും റസൂലേ വിളങ്ങും റസൂലയ്യ തിളങ്ങും അണിയവാം മതിയിൽ പ്രകാശമലരായി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ മാനമേഴും കടന്നങ്ങു ചെന്ന് നബി കോനവൻ തൻ മുമ്പിലായി നിന്നു. മാനമേഴും കടന്നങ്ങ് ചെന്ന് നബി കോനവൻ തൻ മുമ്പിലായി നിന്നു. പാരമ്പല സങ്കിടങ്ങൾ ആദരവായി ചൊല്ലി റബ്ബിൻ കാര്യം പറഞ്ഞു മടങ്ങി. പാരമ്പല സങ്കിടങ്ങൾ ആദരവായി ചൊല്ലി റബ്ബിൻ കാര്യം പറഞ്ഞു മടങ്ങി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ വിളങ്ങും റസൂലയ്യ തിളങ്ങും അണിയവാം മതിയിൽ പ്രകാശമലരായി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ മക്ക തന്നിൽ അത്ഭുത പൂമോനെ നബി അബ്ദുല്ലാവിൻ സെൽവമാം പൂമോനെ. മക്ക തന്നിൽ അത്ഭുത പൂമോനെ നബി അബ്ദുല്ലാവിൻ സെൽവമാം പൂമോനെ. മക്കമെന്ന മുഖ്യതിക്കിൽ മുക്തനായി വന്നുദിച്ച ഭക്ത നബി താജ സിറാജി. മക്കമെന്ന മുഖ്യതിക്കിൽ മുക്തനായി വന്നുദിച്ച ഭക്ത നബി താജ സിറാജി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ വിളങ്ങും റസൂലയ്യ തിളങ്ങും അണിയവാം മതിയിൽ പ്രകാശമലരായി. നബി വിളങ്ങി വിളങ്ങി ലോകം തിളങ്ങി തിളങ്ങി ദീനിൽ തെളിഞ്ഞ ഹൊജിഫ മലരായി. വിളങ്ങും റസൂലേ അഹദവനേ നീന്നിൽ കരുണ കടാക്ഷം നൽകി അനുഗ്രഹമായി മണ്ണിൽ നയിച്ചിടുക്കൂനെ. നിന്റെ അഹദിയത്തിൽ എന്നും തുതിച്ചു പുരാനേ.
അഹദവനേ നീ എന്നിൽ കരുണകടാക്ഷം നൽകി അനുഗ്രഹമായി മണ്ണിൽ നയിച്ചെടുക്കൂനെ. നിന്റെ അഹദിയത്തിൽ എന്നും സ്തുതിച്ചു പുരാനേ. പരമധികാരം നിന്റെ പരിധിയിലായുള്ളോനെ പലവിധമാം പാവങ്ങൾ പൊറുത്തിടുക്കൂനെ. പരമധികാരം നിന്റെ പരിധിയിലായുള്ളോനെ പലവിധമാം പാവങ്ങൾ പൊറുത്തിടുക്കൂനെ. എന്നെ പടപ്പുകളായി നല്ലോരിൽ പെടുത്തുപുരാനേ. അഹദവനേ നീ എന്നിൽ കരുണകടാക്ഷം നൽകി അനുഗ്രഹമായി മണ്ണിൽ നയിച്ചെടുക്കൂനെ. നിന്റെ അഹദിയത്തിൽ എന്നും സ്തുതിച്ചു പുരാനേ. സ്വർഗസ്വരൂപിയൊത്തു വിലസിടുമെൻ മാളികൈ സകലമുപേക്ഷിച്ചും കൊണ്ടിറങ്ങിടും നാളിൽ. സ്വർഗസ്വരൂപിയൊത്തു വിലസിടുമെൻ മാളികൈ സകലമുപേക്ഷിച്ചും കൊണ്ടിറങ്ങിടും നാളിൽ. സകല പിഴവുകളെല്ലാം എന്നിൽ നകറ്റുപുരാനേ. അഹദവനേ നീ എന്നിൽ കരുണകടാക്ഷം നൽകി അനുഗ്രഹമായി മണ്ണിൽ നയിച്ചെടുക്കൂനെ. നിന്റെ അഹദിയത്തിൽ എന്നും സ്തുതിച്ചു പുരാനേ. ഇരുളടയും മണ്ണിൻ്റെ അണിയറയിൽ കൊണ്ടിട്ട് ഉടയവരായെല്ലാരും പിരിഞ്ഞിടും നേരം. ഇരുളടയും മണ്ണിൻ്റെ അണിയറയിൽ കൊണ്ടിട്ട് ഉടയവരായെല്ലാരും പിരിഞ്ഞിടും നേരം. നിന്റെ അനുഗ്രഹമല്ലാതൊന്നും ഇല്ല റഹീമീ. ഇരുളടയും മണ്ണിൻ്റെ അണിയറയിൽ കൊണ്ടിട്ട് ഉടയവരായെല്ലാരും പിരിഞ്ഞിടും നേരം. നിന്റെ അനുഗ്രഹമല്ലാതൊന്നും ഇല്ല റഹീമീ. അഹദവനേ നീ എന്നിൽ കരുണകടാക്ഷം നൽകി അനുഗ്രഹമായി മണ്ണിൽ നയിച്ചെടുക്കൂനെ. നിന്റെ അഹദിയത്തിൽ എന്നും സ്തുതിച്ചു പുരാനേ. മലക്കുകളായിരണ്ടാളു അരുണിടും നേരം തന്നിൽ മനം പതറാതാകുവാൻ കരുണ തരീണി. മലക്കുകളായിരണ്ടാളു അരുണിടും നേരം തന്നിൽ മനം പതറാതാകുവാൻ കരുണ തരീണി. നബിയുടെ മധുരിതമാന്നിൽ പകരുപുരാനേ. മലക്കുകളായിരണ്ടാളു അരുന്നിടും നേരം തന്നിൽ മനം പതറാതാകുവാൻ കരുണ തരീണി. നബിയുടെ മധുരിതമാന്നിൽ പകരുപുരാനേ. അഹദവനേ നീ എന്നിൽ കരുണകടാക്ഷം നൽകി അനുഗ്രഹമായി മണ്ണിൽ നയിച്ചെടുക്കൂനെ. നിന്റെ അഹദിയത്തിൽ എന്നും സ്തുതിച്ചു പുരാനേ. അസ്സലാമു അലൈക്കും.
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أفاض على عباده النعمة وأخرجهم إلى النور من الظلمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر. صدق الله مولانا العلي. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരുനാമത്തിലോതുന്നു ദിവ്യമാം സൂക്തങ്ങൾ. ലോകങ്ങളൊക്കെയും കാത്തുരക്ഷിച്ചിടും ലൗകികനാഥനെ വാഴ്ത്തുന്നു സർവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദൂതരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അവിടുത്തെ പിൻപറ്റിയ മുഴുവൻ നന്മയുടെ വാഹകരിലും അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും അള്ളാഹു സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഇരു ലോകത്തും വിജയിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയത്ത് അറിയിച്ച ഒരുപാട് സഹോദരിമാർ, കടബാധ്യതകളുമായി ദുആ വസിയത്ത് അറിയിച്ചവർ, പ്രയാസങ്ങളുമായി, ദുഃഖങ്ങളുമായി, ദുരിതങ്ങളുമായി, ജോലി സംബന്ധമായ പ്രയാസങ്ങളുമായി ആരെല്ലാം ദുആ വസിയത്ത് അറിയിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവും അല്ലാഹു ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഇത്രയും നേരം നമ്മോടൊപ്പം മദ്ഹുർ റസൂൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നിലയിലുള്ള ആലാപനങ്ങളിലൂടെ ശ്രോതാക്കളിലേക്ക് ആഴ്ന്നിറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട കബീർ മുസ്ലിയാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ശബ്ദം അല്ലാഹു മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൽമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുകയും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവരും കബീർ ഉസ്താദിനെ കാണുമ്പോൾ പെട്ടെന്ന് പാട്ട് നിർത്തണ്ട, കബീർ ഉസ്താദിനെ കൊണ്ടിന്ന് മുഴുവനും കബീർ ഉസ്താദിനെ കൊണ്ട് പാടിച്ചാൽ മതി എന്നാണ് പലരും ഫേസ്ബുക്കിലൂടെ കമന്റ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട റിയാസ്, ഹുദൈബി, ചുള്ളാളമടക്കം ഒരുപാട് സഹോദരങ്ങൾ ഫേസ്ബുക്കിലൂടെ കബീർ ഉസ്താദിനെ കൊണ്ട് മുഴുവനും ഇന്ന് മൊത്തം കബീർ ഉസ്താദിന്റെ പാട്ടാകട്ടെ എന്നാണ് പറയുന്നത്. യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അധികം ഉസ്താദിനെ പരിചയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഫേസ്ബുക്കിലൂടെ കാണുന്ന സഹോദരങ്ങൾക്കാണ് കബീർ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ അറിയുക. കാരണം അനാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്നും നമ്മുടെ ഈ തത്സമയം ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീത മസ്ജിദിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ക്യാമ്പസിന്റെ പോലീസ് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പരാമർശ വിഷയം നിങ്ങൾ കണ്ടതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ചേർന്നു നിന്ന ഒരു സഹാബി. ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിനെ ഏത് നിലയിലാണ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയായിരുന്നു എന്ന ഒരു ചർച്ചയിലേക്ക് ഈ വിനീത നിങ്ങളെ ക്ഷണിക്കുകയാണ്. അല്ലാഹു ആ മനുഷ്യന്റെ സംഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമുഖമൊക്കെ ഒഴിച്ചു മാറ്റി മർമ്മപ്രധാനമായ നമ്മുടെ പരാമർശ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊതിക്കും. ആ സൗഭാഗ്യത്തിന്റെ അടുത്ത് നിൽക്കാൻ മറ്റൊരു സൗഭാഗ്യം ലോകത്ത് ഇതേവരെയും.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ലോകം മുഴുവനും വാഴ്ത്തിപ്പാടി. അള്ളാഹുവിന്റെ റസൂലുമായി കണ്ട് സഹവസിച്ച് മുസ്ലിമായ മനുഷ്യനെയാണ് സഹാബത്തെന്ന് നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് റളിയല്ലാഹു അൻഹു എന്ന തർലിയത്തോട് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് കിട്ടിയ സൗഭാഗ്യമായിരുന്നു. നമുക്ക് ആ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. കവി പാടിയതുപോലെ 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു, പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എൻ്റെ ഉമ്മ എന്തുകൊണ്ട് ഈ ഭൂമി ലോകത്തെന്നെ പ്രസവിച്ചില്ല? കവി പാടുകയാണ് എന്നെയും നിങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട്. എൻ്റെ ശബ്ദം കേട്ടെന്നോടൊപ്പം ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട കബീർ മുസ്ലിയാരടക്കം എല്ലാവരും എന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരടക്കം സഹോദരന്മാരടക്കം ആഗ്രഹിക്കാറില്ലേ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തു മുസ്തഫാന്റെ ആ ചലനങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ചരിത്ര നിമിഷങ്ങൾ, ഹബീബായ മുത്തു മുസ്തഫയുമായുള്ള ജീവിത മേഖലകൾ ആരാണ് കൊതിക്കാത്തത്? കവി പോലും വാഴ്ത്തപ്പെടട്ടെ. അതുകൊണ്ട് 14 നൂറ്റാണ്ടു പിൻപെന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ എന്തേ ഈ ഭൂമി ലോകത്ത് കടന്നു വന്നില്ല? ഞാൻ കടന്നു വന്നതോ ഞാൻ ഈ പാരിൽ പിറന്നു വീണിട്ടില്ല. ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് എപ്പോഴാണ്? 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. എൻ്റെ ഉമ്മ ഈ ലോകത്തേക്ക് എന്നെ പ്രസവിച്ചിട്ടത് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അതായത് അള്ളാന്റെ റസൂൽ ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ജീവിക്കാൻ, മുത്തു മുസ്തഫയുടെ മുഖമൊന്നു കാണാൻ സൗഭാഗ്യം കിട്ടാത്ത ഞാൻ എത്രയോ ഹതഭാഗ്യനാണ്, നിങ്ങൾ എത്രയോ ഹതഭാഗ്യനാണ്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് മുത്തു മുസ്തഫാന്റെ റൗള കാണാൻ, ആ റൗള സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഹജ്ജ് ചെയ്യാൻ മരിക്കുന്നതിന് മുമ്പ് തൗഫീഖ് നൽകുമാറാകട്ടെ. റൂഹ് പിരിയുന്നതിന് മുമ്പ് മദീനയിലെത്തി മുത്തു മുസ്തഫാന്റെ മുമ്പിലൊന്ന് സലാം പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നും നാം വളരെയേറെ ചർച്ചാ വിഷയമായി ഇന്നും ലോകത്ത് മുഴുവനും വൈറലായി കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശിഹാബ് എന്ന ചെറുപ്പക്കാരന്, ആ മനുഷ്യൻ 8,000-ഓളം വരുന്ന കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി ഹജ്ജിന് വേണ്ടി യാത്ര തുടങ്ങിയിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. വാഹനത്തിലല്ല പോകുന്നത്, ഫ്ലൈറ്റിലല്ല പാറിപ്പറക്കുന്നത്, ഈ ഭൂമിയിലൂടെ നടന്നുകൊണ്ട് 8,000 കിലോമീറ്ററുകളോളം ഇന്നലെ മുതൽ യാത്ര തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഇന്നും ഈ കേരളത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച് കേരളത്തിന്റെ പുറത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 5-6 രാജ്യങ്ങൾ താണ്ടി അള്ളാഹു കൊടുത്ത 2 കാലുകൾ കൊണ്ട് ഈ ഹജ്ജ് ചെയ്യാൻ നടന്ന മനുഷ്യൻ പോകുമ്പോ അള്ളാഹു യാത്ര എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മക്ബൂലായ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത വർഷം വരുന്ന ഹജ്ജിന് വേണ്ടി ഈ വർഷം തന്നെ കാൽനടയായി ഏതാണ്ട് 8 മാസത്തോളം യാത്ര ചെയ്യേണ്ടുന്ന ദൂരം 8,000-ൽ പരം വരുന്ന കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ചരിത്രത്തെ പോലും അമ്പരിപ്പിക്കുന്ന നിലയിലേക്ക് ആ മനുഷ്യന്റെ ജീവിതത്തെ അദ്ദേഹം കൊണ്ടുപോകുമ്പോ അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുത്തു മുസ്തഫയെ കാണണം, ഹജ്ജ് ചെയ്യണം. അത് ജീവിതത്തിന്റെ അഭിലാഷമാണ്. സഹോദര സഹോദരി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന സഹാബത്തുൽ കിറാമിന് കിട്ടിയ എല്ലാ സൗഭാഗ്യവും അതല്ലയോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബത്തുൽ കിറാം അവരെത്രയോ സൗഭാഗ്യങ്ങൾ കൊയ്തവരാണ്. അറിയുമോ മഹാനായ തുൽഹ
തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു. ആരാ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു എന്നറിയുമോ? അതാണ് മുത്തു മുസ്തഫാന്റെ വസിയ്യത്തും അള്ളാന്റെ റസൂലിന്റെ വസിയ്യത്തിനെ അതാ പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞെന്നല്ല ചരിത്രത്തിൽ ആ മനുഷ്യനെ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്തും ഈ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെതായ ആ ഒരു കാര്യവുമാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. എന്താണ് തുൽഹത്ത് ബിൻ ബറാഇന് ചരിത്രം എഴുതിയത് എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ കടന്നുപോയി മുത്തു മുസ്തഫയെ സ്നേഹിച്ചിരുന്നു തുൽഹത്ത് ബിൻ ബറാഅ്. മഹാനായ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ആ തുൽഹത്ത് ബിൻ ബറാഅ് രോഗബാധിതനായി കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ കാര്യം അറിഞ്ഞു ഹബീബായ മുത്തു മുസ്തഫ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി കിടക്കുകയാണ്. ബോധം തന്റേതായ തന്റെ തലച്ചോറിൽ നിന്ന് ബോധം നഷ്ടപ്പെട്ട നിലയിൽ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് കാത്തിരിക്കുകയാണ്. മുത്തു മുസ്തഫ തുൽഹത്ത് ഒന്ന് എഴുന്നേറ്റിരുന്നുവെങ്കിൽ ഈ തുൽഹത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു എന്ന വാക്ക് പറയാൻ, ഒന്ന് സന്തോഷത്തിന്റെ വാക്ക് പറയാൻ, ഒന്ന് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് സമയം ഒരുപാട് വൈകി. അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറയുകയാണ്, സഹാബത്തേ, ഈ തുൽഹത്ത് ബിൻ ബറാഅ് എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുൽഹത്ത് ബിൻ ബറാഅ് ഈ മനുഷ്യനിനി ഉറക്കത്തിൽ നിന്ന് ഈ ഓർമ്മശക്തി ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ് സഹാബത്തെ. ഈ തുൽഹത്ത് ബിൻ ബറാഅ് മരിക്കും സഹാബത്തെ. തുൽഹത്ത് ബിൻ ബറാഅ് ബോധം കെട്ട് കിടക്കുന്ന ഈ തുൽഹത്ത് ബിൻ ബറാഅ് ഉണ്ടല്ലോ സഹാബത്തെ, മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, സക്കറാത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് സഹാബത്തെ. ആ മനുഷ്യന് ബോധം നഷ്ടപ്പെട്ടു, മരണാസന്നനായി കിടക്കുന്നു. അള്ളാന്റെ റസൂൽ അടുത്ത് വന്നു. ഒന്ന് തുൽഹത്ത് ബിൻ ബറാഅ് വീണ്ടും ഒന്ന് ഓർമ്മ തിരിച്ചു കിട്ടിയെങ്കിൽ ഒന്ന് സന്തോഷിപ്പിക്കാം, ഒന്ന് സമാധാനത്തിന്റെ വാക്ക് പറയാം, ഒന്ന് ആശ്വസിപ്പിക്കാം. അള്ളാന്റെ റസൂൽ കാത്തിരുന്നു. തുൽഹത്ത് ബിൻ ബറാഅ് എഴുന്നേൽക്കുന്നില്ല. മുത്തു മുസ്തഫ പോകുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ പറയുന്നു, സഹാബത്തെ, തുൽഹത്ത് ബിൻ ബറാഅ് എഴുന്നേൽക്കുമ്പോ ഞാൻ വന്നുവെന്ന് പറയണേ. മാത്രമല്ല ഹബീബായ മുത്തു മുസ്തഫ പറയുകയാണ്, തുൽഹത്ത് ബിൻ ബറാഅ് സക്കറാത്തിന്റെ അവസ്ഥയിലേക്കാണ്. ഈ തുൽഹത്ത് ബിൻ ബറാഅ് മരണം മാടി വിളിച്ചു കഴിഞ്ഞാൽ, തുൽഹത്ത് ബിൻ ബറാഅ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, സഹാബത്തെ എന്നെ നിങ്ങൾ അറിയിക്കണേ സഹാബത്തെ എന്ന് മുത്തു മുസ്തഫ അള്ളാന്റെ റസൂൽ വസിയത്ത് ചെയ്യുന്നു. തുൽഹത്ത് ബിൻ ബറാഅ് മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. ആ പോകേണ്ട താമസം സമയം മാറിമറിയുന്നു, മണിക്കൂറുകൾ മാറിമറിയുന്നു. തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി കിടക്കുന്ന മനുഷ്യന് ബോധം കിട്ടി, എഴുന്നേറ്റു നിന്നു. അള്ളാഹുവിന്റെ റസൂൽ വന്ന കാര്യം ബോധിപ്പിച്ചു തുൽഹത്ത് ബിൻ ബറാഇനോട്. തുൽഹത്തെ, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ കാണാൻ വന്നിരുന്നു. തുൽഹത്തെ, അള്ളാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു? സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു വസിയത്തുണ്ട് തുൽഹ, നീ സക്കറാത്തിന്റെ വേളയിലായി, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് പോയത് തുൽഹത്ത് ബിൻ ബറാഅ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരറ്റു സ്നേഹിച്ച ഒരു സഹാബിയാണ് തുൽഹത്ത് ബിൻ ബറാഅ്. ആ സമയത്ത് തുൽഹത്ത് ബിൻ ബറാഅ് പറയുകയാണ്, വേണ്ട, ആരാണ് പറയുക സഹോദരങ്ങളെ, പറയരുതേ. തുൽഹത്ത് ബിൻ ബറാഅ് ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറയല്ലേ സഹാബ.
സഹാബത്തിനോട് തുൽഹത്ത് ബിൻ ബറാഅ് പറയുകയാണ്, ഞാൻ മരിക്കുന്നത് രാത്രിയാണെങ്കിൽ എന്റെ പ്രവാചകനോട് അത് അറിയിക്കല്ലേ സഹാബത്തെ എന്ന് തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആരാണ് പറയുക, ആർക്കാണ് കൊതിയുണ്ടാവുക മരിക്കുന്ന സമയത്ത് മരണശേഷം മുത്തു മുസ്തഫ ജനാസയൊന്ന് പങ്കെടുക്കാൻ? ഏത് സഹാബിയാണ് കൊതിക്കാത്തത്? ഇവിടെ തുൽഹത്ത് ബിൻ ബറാഅ് പറഞ്ഞതെന്ത്? രാത്രിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ പ്രവാചകനോട് നിങ്ങളത് അറിയിക്കരുതേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി അസ്റായീൽ വരുന്നു, തുൽഹത്ത് ബിൻ ബറാഇന്റെ റൂഹ് എടുക്കുന്നു. തുൽഹത്ത് ബിൻ ബറാഅ് ലോകത്തോട് വിട പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തുൽഹത്ത് ബിൻ ബറാഅ് ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്നു. മണ്ണിന്റെ മുകളിൽ നിന്ന് മണ്ണിനടിയിലേക്ക് തുൽഹത്ത് ബിൻ ബറാഅ് യാത്രയായി. അല്ലാഹുവിന്റെ റസൂൽ ദിവസങ്ങൾ കഴിയുന്നു. ഹബീബായ മുത്തു മുസ്തഫ അന്വേഷിക്കുകയാണ്. തുൽഹത്ത് ബിൻ ബറാഇന്റെ അവസ്ഥ അന്വേഷിച്ച സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയേ മരണപ്പെട്ടു നബിയേ. തുൽഹത്ത് ബിൻ ബറാഅ് മണ്ണിന്റെ അടിയിലേക്ക് പോയി. യാ റസൂലല്ലാഹ്, ബർസഖിയായ ജീവിതത്തിലാണ് ഇന്ന് തുൽഹത്ത് ബിൻ ബറാഅ്. ആമിനയുടെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, മരണപ്പെട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബിയെ ഞാൻ പറഞ്ഞതല്ലേ തുൽഹത്ത് ബിൻ ബറാഅ് മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞതല്ലേ സഹാബ. ആ സമയത്താണ് സ്നേഹനിധിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ പറയാൻ വന്നതാണ് നബിയെ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തുൽഹത്ത് ഞങ്ങളോടൊരു വസിയ്യത്ത് ചെയ്തു നബിയെ. അങ്ങ് ചെയ്ത വസിയ്യത്ത് ഒരു ഭാഗത്തുണ്ട് നബിയെ. അങ്ങയുടെ വസിയ്യത്തിനെ തട്ടിക്കളയുകയാണ് തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് ആ റസൂലിന്റെ വസിയത്തിനെ തട്ടിക്കളഞ്ഞതെന്നറിയുമോ? നബിയെ മരണപ്പെടുന്നതിന് മുമ്പ് തുൽഹത്ത് ബിൻ ബറാഅ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ നബിയെ അങ്ങയോട് പറയരുതെന്ന് പറഞ്ഞു നബിയെ. എന്നിട്ട് കാരണം ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്. ആ സമയത്ത് തുൽഹത്ത് ബിൻ ബറാഅ് പറഞ്ഞു, നബിയെ രാത്രി എങ്ങാനും ഞാൻ മരിച്ചു, എന്റെ ജനാസ കാണാൻ മുത്തു മുസ്തഫ വരുന്ന വഴിയിലെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന് നേരെ ശത്രുക്കളെങ്ങാനും കടന്നു ചെന്നാൽ അത് ഈ തുൽഹത്ത് ബിൻ ബറാഇന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അങ്ങയോട് പറയണ്ടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്. ആദർശ നേതാവ് ആമിനയുടെ മുത്തുമോ സഹാബത്തിന്റെ നെഞ്ചിലെ താളമായ മുത്തു മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് പറയുകയാണ്, സഹാബ, എന്നെ സ്നേഹിച്ച, എന്നെ അത്രത്തോളം സ്നേഹിച്ച എന്റെ തുൽഹത്ത് ബിൻ ബറാഇന്റെ ഖബർ എവിടെ സഹാബത്തെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് കാണിച്ചു കൊടുത്തു. തുൽഹത്ത് ബിൻ ബറാഇന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് മുത്തു മുസ്തഫ ദുആ ചെയ്യുന്നു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയ സഹാബി. അള്ളാഹുവിന്റെ റസൂൽ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞത് തന്നെ, എന്നെ തുൽഹത്ത് ബിൻ ബറാഅ് മരണപ്പെട്ടാൽ അറിയിക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ തുൽഹത്ത് ബിൻ ബറാഅ് തിരിച്ചു പറഞ്ഞു, വേണ്ട, രാത്രിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ റസൂലിന് വരുന്ന വഴിയിലെങ്ങാനും ഒരു മുള്ളു തറച്ചാൽ അത് ഞാൻ സഹിക്കില്ല. ഈ തുൽഹത്ത് ബിൻ ബറാഇനെ അള്ളാഹുവിന്റെ റസൂലിന് അത്രത്തോളം ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ തുൽഹത്ത് ബിൻ ബറാഅ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളാണെങ്കിൽ മരിക്കുന്ന സമയത്ത് എൻ്റെ ഹബീബ് മുത്തു മുസ്തഫ എൻ്റെ അടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അവിടെയും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കാണിച്ചു തുൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു അൻഹു. അള്ളാഹു ആ സ്നേഹം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കും ആ സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മുത്തു മുസ്തഫാനോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഈ സഹാബത്തുൽ കിറാമിന്റെ പോരിശ കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് മുത്തു മുസ്തഫാന്റെ വസീയത്തും ഈ സഹാബി ആ വസീയത്തിനെ നിരസിച്ചു കളഞ്ഞതിന്റെയും കാരണം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ലൈവ് തത്സമയം നടന്നുകൊണ്ടിരിക്കുന്നത് മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു പരിപൂർണമായി ഈ മസ്ജിദിൻ്റെയും ഈ ക്യാമ്പസിൻ്റെയും എല്ലാം ബറക്കത്ത് കൊണ്ട് അള്ളാഹു ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കുമാറാകട്ടെ. ലൈവിലൂടെ ദുആവസീയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ക്യാൻസറുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രയാസത്തിലാണ്. ഇന്ന് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഈ വിനീതനെ വിളിച്ചറിയിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ അണുബാധകൾ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ പോരിച്ച കൊണ്ട്, ഈ മസ്ജിദിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വൈറസുകളും അള്ളാഹു മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ വസിയത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും മാതാപിതാക്കൾ, കുടുംബത്തിൽ നിന്ന് ആരെല്ലാം ഖബറിലേക്ക് പോയോ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. അതിനു മുമ്പ് കബീർ ഉസ്താദ് കുറച്ച് ബൈത്ത് ഇൻഷാ അല്ലാഹ് 2-3 ബൈത്തുകൾ പാടി നമുക്ക് ദുആയിലേക്ക് പോകാം. അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحات أزهر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فيا زينة الدنيا فيا غاية المنى فمن ذا الذي عن حسن وجهك يبصر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فيا زينة الدنيا فيا غاية المنى فمن ذا الذي عن حسن وجهك يبصر صلاة وتسليم على المصطفى المختار خير البرية ثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فما ولدت هواء من صلب آدم ولا بجنان الخلد نزلك صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ثلاثة أضواء تضيء من السماء وسر قلبك مثلهن مصور صلاة وتسليم تحيتي على المصطفى المختار خير البرية ثلاثة أضواء تضيء من السماء وسر قلبك مثلهن مصور وتسليم وأزكى تحيتي على المصطفى المختار خير البرية أوله شمس وثانيه كوكب
وثالثه بدر منير منور صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إمامي كتاب الله والبيت قبلتي لديني من الذيان أعلى وأفخر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية شفيعي رسول الله والله غافري ولا رب إلا الله والله أكبر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية എല്ലാ മുഅ്മിനീങ്ങളും എൻ്റെ ഈമാൻ സലാമത്താവാൻ വേണ്ടി ദ്വാരകളൊന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു പരിപൂർണമായി ബൈത്തുകൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ അള്ളാഹു എത്തിക്കുകയും അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നസീം എന്ന സഹോദരിയുടെ ഉമ്മ ഓതിയ യാസീൻ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു പരിപൂർണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 3 യാസീൻ ഹബീബായ മുത്തു മുസ്തഫാന്റെ റൗളയിലേക്ക് അതിൻ്റെ മിസ്ല സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കബീർ തൊണ്ട വയ്യ, അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ പാടിത്തരുമായിരുന്നു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ അതിനൊക്കെ തയ്യാറായി വരും. ഇത് പെട്ടെന്നുള്ള ഒരു അറിയിപ്പില്ലാത്തത് കൊണ്ടാണെന്നാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കബീർ ഉസ്താദ് നമ്മളോടൊപ്പം ഉണ്ടാകും. അള്ളാഹു പരിപൂർണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയത്തുകളൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, വിദേശ രാജ്യത്തുള്ളവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവാസികളായ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയും നമ്മെ വീക്ഷിച്ചുകൊണ്ട് ദുആ വസിയത്ത് അറിയിച്ച ഏതെല്ലാം സഹോദരങ്ങളുടെ മുഴുവൻ ആളുകളെയും അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗിയായി ചികിത്സയിൽ കഴിയുന്ന, ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഷമീർ എന്ന സഹോദരന്റെ ഉമ്മയ്ക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗിയായി കഴിയുന്ന നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞു മക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അള്ളാഹു മാറ്റുമാറാകട്ടെ. ഭവനമില്ലാത്തവർക്ക് അനുയോജ്യമായ ഭവനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കബീർ ഉസ്താദിന്റെ ഇളയ മകൾക്ക് ചെറിയൊരു അസുഖവുമായി ബന്ധപ്പെട്ട് ദുആ വസിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോരിശ കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട്, അദ്ദേഹം നമ്മുടെ മുമ്പിൽ പാടിയ ബൈത്തിന്റെ പോരിശ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഇളയ മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓപ്പറേഷൻ സർജറി ഇല്ലാതെ തന്നെ ശരീരം നല്ല നിലയിൽ ജീവിതത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പച്ചവെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായി ശിഫ കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സർജറി ഇല്ലാതെ തന്നെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈവ് കണ്ടുകൊണ്ട് ദുആ വസിയത്ത് അറിയിച്ച ആർക്കൊക്കെ രോഗങ്ങളുമായി, പുറത്തു പറയാൻ മടിക്കുന്ന നിലയിലുള്ള രോഗങ്ങളുമായി ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തു, അവരുടെ എല്ലാ രോഗങ്ങളും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കുമാറാകട്ടെ. നമുക്ക് ദുആയിലേക്ക് പോകാം.
آمين. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള നാഥാ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കരങ്ങൾ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ കരങ്ങളാണല്ലാ. ചോദിക്കുന്ന ചുണ്ടുകൾ റബ്ബേ പാപങ്ങൾ പറഞ്ഞ ചുണ്ടുകളാണ് തമ്പുരാനെ. പടച്ചവനെ, സാധുക്കളായ പാപികളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പരിപൂർണമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ അമലുകൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ എല്ലാ അമാലുകളും നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് മുത്ത് മുസ്തഫാന്റെ റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹബീബായ മുത്ത് മുസ്തഫാന്റെ റൗള കാണാതെ മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഇവിടെ ഓതി ഹദിയ ചെയ്ത നസീമ എന്ന സഹോദരിയുടെ ഉമ്മ ഓതി ഹദിയ ചെയ്ത സൂറത്ത് യാസീൻ ഹബീബായ മുത്തിന്റെ ചാരെ എത്തിക്കണേ തമ്പുരാൻ. അതിന്റെ മിസ്ലി സവാബ് റബ്ബി അവരുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും നീ ചൊരിയണേ തമ്പുരാനെ. വിശിഷ്യ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി മണ്ണറയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ കബറാളികളായ ഉമ്മമാര്, വാപ്പമാര്, സഹോദരങ്ങള്, സഹോദരിമാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര് എല്ലാവരുടെയും കബറിലേക്ക് അതിന്റെ മിസ്ലി സവാബ് എത്തിച്ച കബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. പ്രവിശാലമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ വിശാലമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ കബറിന്റെ ഇരുട്ടറകൾ നീ വെളിച്ചമാക്കണേ അല്ലാ. ദുഃഖമാണെങ്കിൽ നീ സന്തോഷം നിറയ്ക്കണേ റബ്ബേ. നരകത്തിന്റെ അദാബുകൾ ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ അല്ലാഹുവേ, മുത്തു മുസ്തഫാന്റെ പോരിശ കൊണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ കൊടുക്കണേ റബ്ബേ. നരകത്തിന്റെ വസ്ത്രങ്ങൾ അണിയിക്കല്ലേ അല്ലാ. നരകത്തിന്റെ ആഹാരം കൊടുക്കല്ലേ റബ്ബേ. നരകത്തിന്റെ പാനീയം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇരുട്ടത്തും വെളിച്ചത്തും രഹസ്യമായി പരസ്യമായി ധാരാളം നാവുകൊണ്ടും കൈകൾ കൊണ്ടും തെറ്റുകൾ ചെയ്ത പാപികളാണല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയിൽ മലക്കുകൾ ഇറങ്ങി മരിക്കുന്ന നല്ല മരണം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മക്കളില്ലാതെ ദുആ വസിയത്ത് അറിയിച്ചവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ പ്രസവ സംബന്ധമായ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. ദുഃഖങ്ങൾ മാറ്റണേ റബ്ബേ. പടച്ചവനെ, പ്രസവത്തിൽ എളുപ്പം നൽകണേ തമ്പുരാനെ. അതുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളെല്ലാം നീ നീക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്കും സിദ്റത്തുൽ മുന്തഹ എന്ന ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നൽകണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായി സന്താനങ്ങളെ ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാ. പടച്ചവനെ, പടച്ച തമ്പുരാനെ, ഞങ്ങൾ ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. പടച്ചവനെ, മക്കളെ നീ നൽകിയവരവരെ നീ കൺകുളിർമയുള്ള മക്കളാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ. വിശിഷ്യ ദുആ വസിയത്ത് ചെയ്ത റബ്ബേ, കബീർ ഉസ്താദിന്റെ മകൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. സർജറി ഇല്ലാതെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, നിന്റെ ഖളാ, പടച്ചവനെ, ആ കുടുംബത്തിന് വിഷമമുള്ളതാണെങ്കിൽ ഹബീബായ മുത്തു മുസ്തഫാന്റെ പോരിശ കൊണ്ട് സന്തോഷമുള്ള ഖളാ ആക്കി നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയിൽ നീ ഖിലാസ് നൽകണേ
നൽകണേ തമ്പുരാനെ. പടച്ചവനെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ ആരെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവോ ആ പ്രയാസങ്ങൾ നീക്കണേ റബ്ബേ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണേ അല്ലാ. ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുടുംബത്തെ നീ കാക്കണേ റബ്ബേ. ആ കുടുംബ പരമ്പരകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൂട്ടുകുടുംബാദികൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മക്കളും മരിച്ച ജനാസ കൊണ്ടുവയ്ക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ മണ്ണറയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ റബ്ബേ. പടച്ചവനെ, വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ റബ്ബേ. പടച്ചവനെ, ലൈവ് കണ്ട് ആമീൻ പറയുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യത നീ വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തു മുസ്തഫാന്റെ ബറക്കത്ത് കൊണ്ട് നീ നീക്കണേ റബ്ബേ, തട്ടി മാറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളുമായി ഞങ്ങളെ യാത്രകൾ ചെയ്യുന്നവരാണ്, അപകടങ്ങൾ തരല്ലേ അല്ലാ. അപകട മരണങ്ങൾ ഞങ്ങളെ കാക്കണേ റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത നിലയിലുള്ള മരണങ്ങൾ തരല്ലേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, പലരും വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ അനുയോജ്യമായ ഭവനം കൊടുക്കണേ അല്ലാ. കടബാധ്യതയുടെ നടുവിൽ കിടന്ന് പിടയുന്നവരുണ്ട്, കടങ്ങളിൽ നിന്ന് മോചനം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ, ആരെല്ലാം ദുആ വസിയത്ത് അറിയിച്ചു എല്ലാരെയും നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നസീമ എന്ന സഹോദരി അവരുടെ കുടുംബത്തെ അവർ ഓതിയതെല്ലാം നീ കബൂലാക്കണേ അല്ലാ. പൊന്നുമകളുടേതായ എഴുന്നേറ്റ് നടക്കുന്നതിനൊരു സബബാക്കി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, പടച്ചവനെ, പരിപൂർണമായി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഷഫീർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സേവനം ചെയ്യുന്ന സഹോദരനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അല്ലാഹു, അദ്ദേഹത്തിന് കൺകുളിർമയുള്ള മക്കളാക്കി മക്കളെ നീ ആക്കി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, മുഹ്സിനെ എന്ന സഹോദരി അവരുടെ കുടുംബങ്ങളിൽ ഖൈറും സന്തോഷവും സമാധാനവും കൊടുക്കണേ റബ്ബേ, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം ദുആ വസിയത്ത് പറഞ്ഞ് ദേവരെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ടോ റബ്ബേ, അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പാഴാക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ, നാളെ ഞങ്ങൾ നരകാവകാശികളാണെന്ന വാർത്ത മഹ്ശറയിൽ പറയുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ ചെയ്ത നന്മകൾ ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ വരുത്തല്ലേ തമ്പുരാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയെങ്കിലും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ നന്മയുടെ തുലാസിൽ നീ തൂക്കം നൽകണേ അല്ലാ. സിറാത്ത് മിന്നൽ വേഗത്തിലാക്കണേ റബ്ബേ. സിറാത്തിൽ നിന്ന് കാൽവഴുതി നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. താങ്ങാനുള്ള ത്വാഖത്തില്ല അല്ലാ. അദാബുകൾ ഏറ്റുവാങ്ങാൻ ഈ ശരീരത്തിന് കഴിവില്ല തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ആരെയും നരകം കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ നരകത്തിൽ ഞങ്ങൾ സ്വർഗത്തിൽ, ആ അവസ്ഥകൾ നീ തരല്ലേ റബ്ബേ. ഞങ്ങൾ നരകത്തിൽ ഞങ്ങളുടെ മക്കൾ സ്വർഗത്തിലും ആക്കുന്ന അവസ്ഥകളും വരുത്തല്ലേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി പരസ്പരം ക്ഷേമസുഖങ്ങൾ അന്വേഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, പരിപൂർണമായി നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. സിദ്റത്തുൽ മുൻതഹ എന്ന അനുഗ്രഹീത പരിപാടി എല്ലാ ദിവസവും വീക്ഷിക്കുന്ന സഹോദരങ്ങൾ, വിശിഷ്യ സഹോദരിമാരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, പല പ്ലാറ്റ്ഫോമിലൂടെ ദുആ വസിയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് റബ്ബേ, ഫേസ്ബുക്കിലൂടെ ദുആ വസിയത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ റബ്ബേ, ഷംസു മണ്ണാർക്കാട് അദ്ദേഹത്തെ നീ സ്വീകരിക്കണേ അല്ലാ. പരിപൂർണമായി കബൂലാക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങളിൽ ഖൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പല സഹോദരങ്ങളും പല ആവശ്യങ്ങളുമായി ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട് റബ്ബേ. പരിപൂർണമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മയ്ക്ക് വളരെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലാണ് റബ്ബേ. ലൈവിലൂടെ ആംബുലൻസ്
ആംബുലൻസിന്റെ നമ്പർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണല്ലാ. പടച്ചവനെ നീ ആഫിയത്തും ആരോഗ്യവും ആ ഉമ്മയ്ക്ക് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഒരു രോഗത്തിനും നീ റബ്ബേ ക്യാൻസറിന് അഡിക്റ്റാക്കി ആ ഉമ്മയുടെ ആയുസിനെ നീ ചുരുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ തമ്പുരാനെ. ആ മകന് നീ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ, ക്ഷമ കൊടുക്കണേ അല്ലാ. വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളുടെ മുഴുവൻ പ്രവാസികളെയും നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ജോലിയിൽ നീ വിശാലതയും സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു ഇതേവരെ ദുആ വസിയത്ത് അറിയിച്ച മുഴുവൻ ആളുകളെ ഞങ്ങളുടെ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. തമിഴ്നാട്ടിൽ നിന്ന് വരെ ദുആ വസിയത്ത് അറിയിച്ച സഹോദരൻ റബ്ബേ, അദ്ദേഹത്തിന്റെ മകനെ നീ ഹാഫിളാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിഷാദ് ആയിഷ എന്ന സഹോദരനെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സീനത്തലി എന്ന മാതാവിന്റെ കുടുംബത്തെ മുഴുവനും നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ജമീൽ അംബിയാ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ പരിപൂർണ്ണമായി സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ മുഴുവനും നമ്മുടെ സിദ്റത്തുൽ മുൻതഹ എന്ന ഈ പരിപാടി വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഷമീർ എന്ന സഹോദരൻ എല്ലാ ദിവസവും നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള നമ്മുടെ പരിപാടിയുടെ സ്പോൺസറാണ്. നമ്മുടെ സൗണ്ട് സിസ്റ്റം അടക്കം എല്ലാ വിജയത്തിനും കാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ ഉമ്മ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ലൈവിൽ നമ്മോടൊപ്പം നിന്നിട്ട് വളരെയേറെ സീരിയസ് ആയ നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മാതാവിന് വളരെയേറെ പ്രയാസമാണ്. ഈ രാത്രി വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് അദ്ദേഹം നമ്മോട് ദുആ വസിയത്ത് അറിയിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി നിങ്ങൾ മനസ്സുകൊണ്ട് ദുആ ചെയ്യണം. അദ്ദേഹം ഒരു CRP ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ലീവ് കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തു മുസ്തഫാന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ ദുആ ചെയ്യണം. നിങ്ങൾ മനസ്സുകൊണ്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ശാരീരികവും മാനസികവുമായ ഉഷാർ സൗഖ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.